അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 കിലോഗ്രാമുള്ള ഒരു മനുഷ്യനെ ഒരു കരങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ആക്സലറേഷൻ വിത്ത് റെസ്പെക്ട് ടു റോപ്പ് അതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ ക്ലിക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. വിത്ത് റെസ്പെക്ട് ടു റോപ്പ് G/6 ആണ് പറയുന്നത്. ഫൈൻ, ദാറ്റ് മീൻസ് ഇയാളുടെ ആക്സലറേഷൻ എത്രയാണ്, ശരിക്കുള്ള ആക്സലറേഷൻ അത് കിട്ടണം. പിന്നെ എന്താണ് കണ്ടെത്താൻ പറയുന്നത്, എന്താണ് കണ്ടെത്താൻ പറഞ്ഞത്, മേ ബി ആക്സലറേഷൻ ആയിരിക്കും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എനിവേസ് നമ്മൾ വിചാരിക്കുക ഈ പറഞ്ഞ സാധനത്തിന് എന്തായാലും മുകളിലോട്ടേക്ക് ആക്സലേഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ്, കാരണം ഇയാളിങ്ങനെ വലിക്കുന്നുണ്ട്, ഇയാളുടെ വെയിറ്റ് കാരണം താഴോട്ടേക്ക് ഒരു ആക്സലേഷൻ ഉണ്ട്. ഈ റോപ്പിന് ഒരു ആക്സലേഷൻ ഉണ്ട്. സോ അതേ ആക്സലേഷൻ എനിക്ക് ഇവിടെ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഈ ആക്സലേഷൻ ഒന്ന് എഴുതി നോക്കുക. ടെൻഷൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ, T-90/9 കിലോഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ എന്ന് പറയാൻ പറ്റും. റൈറ്റ്, ഓക്കെ. ഇനി ഇവിടെയുള്ള ആ റോപ്പിൻ്റെ ആക്സലേഷൻ എങ്ങോട്ടേക്കാണ്, താഴോട്ടേക്കാണ്. നമുക്കൊരു കാര്യം റിലേറ്റീവ് മോഷൻ നമ്മൾ പഠിച്ചതാണ്. ആക്സലറേഷൻ ഓഫ് ദിസ് ഗായ് വിത്ത് റെസ്പെക്ട് ടു റോപ്പ് ദാറ്റ് ഇസ് G/6. സോ ഇയാളുടെ ആക്ച്വൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഈ G/6 അതങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക് പ്ലസ് മൈനസ് താഴോട്ടേക്ക് ഇതിൻ്റെ റോപ്പിൻ്റെ ആക്സലറേഷൻ അതെന്ന് പറഞ്ഞാൽ ഇയാളുടെ ആക്ച്വൽ ആക്സലറേഷൻ ആയിരിക്കും. സോ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയാളുടെ ആക്ച്വൽ ആക്സലറേഷൻ. സോ ഇയാളുടെ ആക്ച്വൽ ആക്സലറേഷൻ ദാറ്റ് ഈസ് G-6A/6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ആക്ച്വൽ ആക്സലറേഷൻ 12 കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, ഇനി ഇയാളുടെ മുകളിൽ എന്ത് ചെയ്യുക, നമുക്കൊന്ന് എന്താ അപ്ലൈ ചെയ്യുക, മറ്റേ മോഷൻ അപ്ലൈ ചെയ്യുക. ഇയാളുടെ മോഷൻ അപ്ലൈ ദാറ്റ് ഈസ് ഇയാൾ മുകളിലോട്ട് ടെൻഷൻ കയറിയിട്ടില്ല. അപ്പോൾ ടെൻഷൻ -180 ഡിവൈഡ് ബൈ അയാളുടെ വെയിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ അയാളുടെ ആക്ച്വൽ ആക്സലറേഷൻ ദാറ്റ് ഈസ് G-6A/6 കിട്ടും. റൈറ്റ്, ഇനി ഇവിടെ ടെൻഷൻ ഉണ്ട്, ഒരു ടെൻഷൻ്റെ ഒരു ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ, രണ്ട് വേരിയബിൾസ് ഉണ്ട്, സോൾവ് ചെയ്യുക. ഈ ഇക്വേഷനും സോൾവ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആക്ച്വൽ ആക്സലറേഷൻ തന്നിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മളോട് എന്താണ് കണ്ടെത്താൻ, ഇയാളുടെ ഒറിജിനൽ ആക്സലറേഷൻ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ ആക്സലറേഷൻ കണ്ടെത്തണമെങ്കിൽ ആദ്യം ഇയാളുടെ റിയൽ ആക്സലറേഷൻ കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് ദാറ്റ് മീൻസ് ഈ പറഞ്ഞ റോപ്പിൻ്റെ ആക്സലറേഷൻ പ്ലസ് ഇയാളുടെ ആക്സലറേഷൻ ദാറ്റ് ഈസ് ഇയാളുടെ ആക്ച്വൽ ആക്സലറേഷൻ. പിന്നെ നമ്മൾ എന്ത് ഇവിടെ കുറച്ച് മാസിൻ്റെ പരിപാടിയും ഇവിടെയും കുറച്ച് മാസിൻ്റെ ഇയാളുടെ മോഷൻ്റെ പരിപാടിയും. അപ്പോൾ നമുക്ക് ഒരു രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് കിട്ടും, സുഖമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത കൺസ്ട്രെയിൻ മോഷൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് വെർച്വൽ ഫോഴ്സസിൻ്റെ ഒരു തിയറിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒരു ടെൻഷൻ കാരണം ഒരിക്കലും എന്തുണ്ടാവില്ല, ഫോഴ്സസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫോഴ്സസ് അല്ല, ടെൻഷൻ കാരണം ഒരിക്കലും വർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പുള്ളിയുണ്ട്, ഇതൊരു ടെൻഷൻ, ഇതൊരു എം മാസ്, വേറൊരു പുള്ളിയുണ്ട്, ഇതും എം മാസ് എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇയാൾ ഇനീഷ്യൽ പൊസിഷൻ ഒരു എക്സ് ഡിസ്റ്റൻസ് പോയിട്ടുണ്ട്, ഇയാളൊരു ഇനീഷ്യൽ പൊസിഷൻ എക്സ് ഡിസ്റ്റൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ കാരണം ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് ഇത് വർക്ക് നോക്കി നോക്കുക. TX പ്ലസ് ഇയാൾ എക്സ് ഡിസ്റ്റൻസ് ടെൻഷൻ മുകളിലോട്ടേക്കാണ്, സോ -TX ദാറ്റ് മീൻസ് 0. സോ ടെൻഷൻ കാരണം ഉണ്ടാക്കുന്ന വർക്ക് 0 ആണ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് T.X ഓരോ കേസസിനും T.X പ്ലസ് T.X ഓരോ T1 T2 T.X = 0. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ദാറ്റ് ഈസ് T.V പ്ലസ് ഓരോ T1 T2 V ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കേട്ടോ, ദാറ്റ് ഈസ് T3.V ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓഹോ, അപ്പോൾ നോ ഡിഫറൻസിയേഷൻ T.A ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യന് M1 M2 ഈ ആക്സലേഷൻ 3 കണ്ടെത്താനാണ് പറയുന്നത്. ആക്സലേഷൻ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ഡയറക്റ്റ് 3 ആണെന്ന് കിട്ടും, പക്ഷേ നമുക്ക് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് ഓരോന്നിൽ T ഇൻറ്റു അതിൻ്റെ ആക്സലറേഷൻ, ഓരോന്നിൻ്റെയും മാസ് ബോഡീസിലാണ് ഇത് നോക്കാൻ. അപ്പോൾ T ഇൻറ്റു അതിൻ്റെ ആക്സലറേഷൻ ദാറ്റ് ഈസ് T.A3 അല്ല A3 ഗിവൺ ആണ് 3. നോക്കി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് 180 ഡിഗ്രി ഇങ്ങനെയാണ് പറയേണ്ടത്. TA cos θ എന്ന് പറയേണ്ടത് 180 ഡിഗ്രി ആയതുകൊണ്ട് ഇവ രണ്ടാളും 180 ആയതുകൊണ്ട് -1 ആവും. ദാറ്റ് മീൻസ് -T ഇൻറ്റു 3 പ്ലസ് T ഇൻറ്റു സെയിം ഡയറക്ഷനിലായതുകൊണ്ട് cos 0 1 ആണ്. സോ TA ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ TA ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3T ആൻഡ് A ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഏത് A ഡാഷ് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് ആ ഒരു മെത്തേഡിലൂടെ കിട്ടും. ഇനി ഇവിടെയാണെങ്കിൽ നിങ്ങൾ വെച്ച് നോക്ക്, സാധാരണ പോലെ മാസ് വെച്ച് ചെയ്യുന്നതിനേക്കാളും ടഫായിരിക്കും അല്ലേ, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവിടെ കൺസ്ട്രെയിൻറ്റ് റിലേഷൻ ഉപയോഗം ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. M2 - T = അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ കൺസ്ട്രെയിൻറ്റ് റിലേഷൻ്റെ ഉപയോഗമുള്ളത്. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് TDT ഇവിടെ നിന്ന് 2T ആയിട്ടുണ്ട്. ഓക്കെ, അയാളുടെ ആക്സലേഷൻ നമുക്ക് തൽക്കാലം വീണാണ് 3 ആണ് തന്നിട്ടുണ്ട്. ഇയാളുടെ ആക്സലേഷൻ മോളോട്ടേക്ക് ഞാൻ തന്നിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ 2T -2T ഇൻറ്റു 3. എന്തുകൊണ്ട് മൈനസ് എടുത്തത്, കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ ആയതുകൊണ്ട്, പ്ലസ് സെയിം ഡയറക്ഷൻ ദാറ്റ് ഈസ് TA ഡാഷ് ദാറ്റ് ഈക്വൽ 0. TT പോയി, സോ -T
എ ഡാഷ് ഇസ് ഈക്വൽ ടു 6 കിട്ടും. ഡൺ. അടുത്തതിന് ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താ ചെയ്ത് നോക്കാം അല്ലേ. ഇത് ടി കുറേ ആക്സലേഷൻസ് ഉണ്ട്. ടി 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 ഇവിടെ 2t ഇത് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, ഇതും ടി ആണ്. സോ 4t സെയിം ഡയറക്ഷൻ പ്ലസ് 6t സെയിം ഡയറക്ഷൻ പ്ലസ് മൈനസ് ആണ് അല്ലേ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മൈനസ് 2t a3 ദാറ്റ് ഈക്വൽ 0. സോ ടി പോയി 10. സോ a3 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നതിന് ഡൺ. അടുത്ത് നോക്കാം ആരുടെ അടുത്താൻ ഇയാളുടെ ആക്സലേഷൻ അടുത്താണ്. സോ ടി 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 2t ആയിട്ട് മാറി. കാര്യം ടി 2 പിന്നെ ഇത് പകുതിയെ പിന്നെ ടി 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 ദാറ്റ് മീൻസ് 2t മൈനസ് 2t ഇൻറ്റു 4. സോ മൈനസ് 80 എന്നാണ് ഡയറക്റ്റ് പറയാം. മൈനസ് 80 പ്ലസ് സെയിം ഡയറക്ഷൻ ദാറ്റ് ഈസ് 3t പ്ലസ് at ഇസ് ഈക്വൽ 0. ടി എല്ലാത്തിനും പോയി. അപ്പോൾ ടിയുടെ വാല്യൂ 5 ആണ്, എയുടെ വാല്യൂ 5 കിട്ടുന്നുണ്ട്. ഓക്കെ, സുഖമായിട്ട്. ഇത് ഈ പരിപാടി തന്നെയാണ് പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പരിപാടി തന്നെയാണ്. എന്ത് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നു. കൺസ്ട്രെയിൻറ്റ് റിലേഷൻ ഉപയോഗം മനസ്സിലായല്ലോ. നമുക്ക് മാസിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് രണ്ട് പേരുടെ ആക്സലേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പേരുടെ ആക്സലേഷൻ വളരെ സിമ്പിളായിട്ട് കിട്ടും. കാരണം എന്താണ്, ടെൻഷൻ കാരണം ഉണ്ടാക്കുന്ന വർക്ക് 0 ആണ്. എന്തുകൊണ്ടാണ് ടെൻഷൻ കാരണം ഉണ്ടാക്കുന്ന വർക്ക് 0? നമ്മൾ വർക്ക് എനർജി പവർ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് ചിന്തിച്ച് നോക്ക്. ഇൻറ്റേർണൽ ഫോഴ്സസ് കാരണം ഉണ്ടാക്കുന്ന വർക്ക് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ടെൻഷൻ കാരണം ഉണ്ടാക്കുന്ന വർക്ക് ദാറ്റ് 0. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താ ഓരോന്നിന് ഇയാളുടെ ആക്സസ് വന്നിട്ടുണ്ട്. ആരെങ്കിലും ടി എന്ന് വിളിക്കാം കേട്ടോ, ആരും ടി എന്ന് വിളിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ എല്ലാം റിലേറ്റഡ് ആയിട്ട് പോകണം. ഇങ്ങനെ 2t ആ രീതിയിൽ പോകണം. ഈ ടി ആണെങ്കിൽ ടി 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 ഇയാൾ 2t ആയി. അപ്പോൾ ടി 3t പ്ലസ് സെയിം ഡയറക്ഷൻ മൈനസ് അടുത്ത സെയിം ഡയറക്ഷൻ അല്ല മൈനസ് 2t പ്ലസ് ഇവിടെ 2t സെയിം ഡയറക്ഷൻ ദാറ്റ് ഈസ് 2t a ഡാഷ് ദാറ്റ് ഈക്വൽ 0. ടി പത്തം. സോ 5. സോ a ഡാഷ് ഇസ് ഈക്വൽ ടു -5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. -1/2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ എ ഡാഷിൻ്റെ വാല്യൂ -5. നമ്മൾ വിചാരിക്കേണ്ടത് വെച്ചാൽ ഇയാളുടെ ചിലപ്പോൾ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നില്ല. ഈ ചങ്ങായിൻ്റെ ആക്സലേഷൻ കണ്ടെത്താൻ പറയും. അപ്പോൾ നമുക്കറിയില്ല ഇയാൾ എങ്ങോട്ടാണ് പോകുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ തൽക്കാലം അസ്യൂം ചെയ്യാം ഇയാൾ മുകളിലോട്ടേക്കാണ്. എന്നാൽ നമുക്ക് ഉത്തരം കിട്ടുന്ന -1/2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റാന്ന് വെച്ചിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എവിടെയാണോ അസ്യൂം ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ആക്ച്വലി ആക്സലേഷൻ വേണ്ടതെന്ന് നമുക്ക് അവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്സലേഷൻ്റെ ഡയറക്ഷനെ പറ്റി ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കൊടുത്ത ആക്സലേഷൻ്റെ ഡയറക്ഷൻ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. പക്ഷേ നമുക്ക് അറിയാത്ത ആക്സലേഷൻ്റെ ഡയറക്ഷൻ അത് നമുക്ക് എന്തുവാണെങ്കിൽ കൊടുത്തിട്ട് അസ്യൂം ചെയ്തിട്ട് ഉത്തരം കിട്ടി നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടെ നമുക്ക് നോക്കാം. ടെൻഷൻ ഇയാളുടെ ആക്സലേഷൻ അറിഞ്ഞൂടാ. ടെൻഷൻ ഓക്കെ 2t ആയിട്ടുണ്ട്. ഓക്കെ 2t ഉണ്ട്. പിന്നെ ടെൻഷൻ 3t. അപ്പം ഇയാളുടെ മുകളിൽ ആക്സലേഷൻ ഓപ്പോസിറ്റ് -3. സോ മൈനസ് 2t 3t ഉണ്ട്. 2t പ്ലസ് t 3t. സോ മൈനസ് 3t ഇൻറ്റു 3 ദാറ്റ് ഈസ് 9t പ്ലസ് ഇയാളുടെ മുകളിലുള്ള ദാറ്റ് ഈസ് a ഡാഷ് t ദാറ്റ് ഈസ് ഈക്വൽ 0. സോ വി കുഡ് സേ ദാറ്റ് a ഡാഷിൻ്റെ വാല്യൂ 9 ആണ് കിട്ടിയിരുന്നത്. ഡൺ. നൈസ്. അടുത്തത് എന്താ? ഇത് സെയിം പരിപാടി തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഒന്നും ഇല്ല. എന്താണ് ഇത്? ടി നമുക്ക് എ ഡാഷിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞ. സോ ടി ഇത് 2t ആയി. ഇത് ടി ഇത് 2t ആയി. ശരി 2t 3t. സോ മൈനസ് 3t ഇൻറ്റു 2 ദാറ്റ് ഇസ് 6t. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നെഗറ്റീവ്. ഓക്കെ പ്ലസ് ഇവിടെ 2t സെയിം ഡയറക്ഷൻ ആണോ? അല്ല. സോ മൈനസ് 6t. ഓക്കെ പ്ലസ് സെയിം ഡയറക്ഷൻ. സോ a ഡാഷ് t ദാറ്റ് ഈക്വൽ 0. ടി ഖത്തം. സോ എ ഡാഷിൻ്റെ വാല്യൂ 12 കിട്ടിയിട്ടുണ്ട്. എ ഡാഷിൻ്റെ വാല്യൂ 12. ഡൺ. പിന്നെ എന്താ വേണ്ടത്? ഫൈൻഡ് ദി മാസ് m2 ആൻഡ് m3 കിട്ടാൻ. ഇത് m2 m3 കിട്ടാൻ വളരെ സിമ്പിളാണ്. കാരണം എന്താണ്? താഴോട്ട് മുകളിലോട്ട് കൊണ്ടുവന്ന മാസ് 2t മൈനസ് ഇയാളുടെ ആക്സലേഷൻ അറിയാം 2t മൈനസ് ഇനീഷ്യൽ ആക്സലേഷൻ എന്തായിരുന്നു? 2t മൈനസ് m2g. m2യുടെ ഓക്കെ ഇഫ് m1 ഇസ് ഈക്വൽ ടു ഫൈൻ m1ൻ്റെ വാല്യൂ 10 kg ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? m1ൻ്റെ വാല്യൂ 10 kg ആണ്. നമ്മുടെ ടെൻഷൻ മൈനസ് m1g 10 kg ദാറ്റ് മീൻസ് 100 ഇസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ m1 അത് എത്ര 10 ഇസ് ഈക്വൽ ടു ആക്സലേഷൻ ഇപ്പോൾ കണ്ടെത്തിയാൽ 12. ദാറ്റ് മീൻസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു 120 പ്ലസ് 100 ഇസ് ഈക്വൽ ടു 220. ടെൻഷൻ്റെ വാല്യൂ 220 കിട്ടും. ടെൻഷൻ്റെ വാല്യൂ 220 കിട്ടുന്നത് ഇവിടെ ആക്സലേഷൻ അറിയാം. ജസ്റ്റ് m2 കണ്ടെത്താൻ പറ്റും. m3 കണ്ടെത്താൻ വളരെ സിമ്പിളായിട്ട്. ഓക്കെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. എന്ത് ചെയ്യേണ്ടത്? സെയിം കൺസ്റ്റൻറ്റ് റിലേഷൻ തന്നെ. നമുക്ക് ആരെങ്കിലും ടി എന്ന് വിളിക്കാം. ഇയാളെ 2t വിളിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പകുതി ആവുന്നുണ്ട്. അപ്പം തൽക്കാലം ഇയാൾ ടി വിളിക്കാം. കാരണം t/2നേക്കാളും ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ 2t ഹാൻഡിൽ ചെയ്യുന്നതാണ്. സോ ടി ആണെങ്കിൽ ടി ഇവിടെ 2. സോ 2t. ഓക്കെ ഫൈൻ. സോ ടി ഇൻറ്റു ദ സെയിം ഡയറക്ഷൻ അല്ല മൈനസ്. സോ -4t പ്ലസ് 2t അല്ലേ. അപ്പോൾ 2t a ഡാഷ് ഈക്വൽസ് 0. t ഗോൺ ആൻഡ് a ഡാഷ് ഇസ് ഈക്വൽ ടു
2 എന്ന് കിട്ടും. എ ഡാഷിൻ്റെ വാല്യൂ 2 കിട്ടും. ഓക്കെ, ഡൺ. അടുത്തെന്താ ഈ സിമ്പിൾ എ ഡാഷിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ നമ്മൾ അന്നൊരുത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന കൺസ്ട്രെയിൻറ്റ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ, അല്ലെങ്കിൽ പറയാൻ പറ്റും കൺസ്ട്രെയിൻറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റോപ്പിൻ്റെ ഡയറക്ഷനിലേക്ക് ആക്സലേഷനോ റോപ്പിൻ്റെ ഡയറക്ഷനിലേക്ക് വെലോസിറ്റിയും ഇക്വേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ വെർച്വൽ ഫോഴ്സ് മെത്തേഡ് എന്നുള്ളതാണ്. വെർച്വൽ ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ കാരണം ഉണ്ടാക്കുന്ന വർക്ക് ഡൺ 0 ആണ്. ടെൻഷൻ കാരണം ഉണ്ടാക്കുന്ന വർക്ക് ഡൺ 0 ആണെങ്കിൽ ടെൻഷൻ ഡോട്ട് വി എങ്ങനെ പ്ലസ് 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 പ്ലസ്, അതേപോലെ ടെൻഷൻ ഡോട്ട് ആക്സലേഷൻ സമ്മേഷൻ ദാറ്റ് ഇസ് ഈക്വൽ 0 എന്നുള്ള കൺസെപ്റ്റാണ്. അത് വെച്ച് നമുക്ക് നോക്കി നോക്കാം. എന്താണ് ടെൻഷൻ, ഇവിടെ ടെൻഷൻ ഇവിടെയും ടെൻഷൻ തന്നെ. സോ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് TA2 cos തീറ്റ, കാരണം ടി ഡോട്ട് A2 എന്നാണ് അല്ലേ. ടി ഡോട്ട് A2 എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു A2 ഇൻറ്റു കോസ് തീറ്റ, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇവിടെയാണ് സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ മൈനസ് TA1 ദാറ്റ് ഇസ് ഈക്വൽ 0. സോ TT പോയിട്ടുണ്ട്. സോ A2 cos തീറ്റ ഇസ് ഈക്വൽ ടു A1. ഓക്കെ, ഇത് ഈ മെത്തേഡ് വെച്ച് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് റോപ്പിൻ്റെ ഡയറക്ഷനിലേക്കുള്ള ആക്സലേഷൻ സെയിം ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് A2 cos തീറ്റ ഇസ് ഈക്വൽ ടു റോപ്പിൻ്റെ ആക്സലേഷൻ ഡയറക്ഷൻ ചെയ്ത A1 ഇങ്ങനെയും പറയാൻ പറ്റും. ഇത് തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. സോ ഏത് മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഡൺ. അതേപോലെ തന്നെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ അതേപോലെ ചെയ്താൽ മതി. ഇവിടെ എന്താണ് ഓരോന്നിൻ്റെ ആക്സലേഷൻ ആരെ തരാത്ത ഇവൻ്റെ ആക്സലേഷൻ മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാൻ, ഇയാൾ ടി 2T ആണെങ്കിൽ ഇയാൾ എന്തായി 3T ആയി. 40 ഡബിൾ അല്ല, 40യുടെ ഡബിൾ 80, ഇതും 40 തന്നെ. 40 ഇത് 40, അപ്പോൾ ഇത് 80 ഇതും 80 തന്നെ. 80 16T. ഓക്കെ, ഓരോന്നിനും ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. വളരെ സിമ്പിളാണ്. ഇതും ഓരോന്ന് ആക്സലേഷൻ സെയിം സിമിലർ പരിപാടി തന്നെയാണ്. അപ്പോൾ ഒരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രം സാർ ഓരോ ക്വസ്റ്റ്യനും സെയിം രീതിയിൽ തന്നെ കൊണ്ടുപോകും. എന്നാൽ നമുക്ക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ടഫ്നെസ് കൂടുതൽ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് സമയത്ത് ഇവിടെ ആക്സലേഷൻ്റെ മാസും കണ്ടെത്താൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്ത് ആക്സലേഷൻ കിട്ടും. ആക്സലേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ആദ്യം റിയാലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ TT, അപ്പോൾ 2T ആയി. 2T ഇവിടെ എത്തി. സോ പറയും എത്ര ആക്സലേഷൻ, ഓക്കെ -12T പ്ലസ് ഇയാളുടെ ആക്സലേഷൻ ദാറ്റ് ഇസ് A'(T) ഇസ് ഈക്വൽ 0. DT പോയിട്ടുണ്ട്. A'-ൻ്റെ വാല്യൂ 12 കിട്ടിയിട്ടുണ്ട്. A'-ൻ്റെ വാല്യൂ 12 കിട്ടി. ഓക്കെ ഫൈൻ. ഇനി എന്താ വേണ്ടത്, മാസിൻ്റെ വാല്യൂ അല്ലേ. മാസിൻ്റെ വാല്യൂ കിട്ടണം. സോ ടെൻഷൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ടെൻഷൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലൈ, ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയാം, ആക്സലേഷൻ അറിയാം. സോ 2T മൈനസ് 100 ബൈ മാസ് 10 ദാറ്റ് ഇസ് ഈക്വൽ ടു ആക്സലേഷൻ ദാറ്റ് ഇസ് താഴോട്ടേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ മാറ്റി എഴുതണം. എങ്ങനെയാണ് 100 മൈനസ് 2T ഡിവൈഡ് ബൈ മാസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ആക്സലേഷൻ ദാറ്റ് ഇസ് 6. സോ 100 മൈനസ് 2T ഇസ് ഈക്വൽ ടു 60 ആൻഡ് 2T ഇസ് ഈക്വൽ ടു 40. T ഇസ് ഈക്വൽ ടു 20. സോ T 20 ആണെങ്കിൽ T20 മാച്ച് അല്ല, ഇവിടെ T കൊടുക്കാം. ടിയുടെ വരെ T മൈനസ് കൊണ്ടുപോകുന്ന ആരുമില്ല, ഓപ്പോസിങ് ഫോഴ്സ് ആരുമില്ല. ഓക്കെ, മാസ് അറിഞ്ഞുകൂടാ. ആക്സലറേഷൻ നമ്മളിപ്പോൾ കണ്ടെത്തിയുള്ളൂ 12. ടിയുടെ വാല്യൂ എത്രയായിരുന്നു, 20 ആണ്. സോ 20/12 ആണ് എന്ത്, മാസ് ഓഫ് ദ ഐറ്റം ഗിവൺ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതും സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലും പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല. ഓക്കെ, ഇതിൽ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2 പ്രാവശ്യം കണക്റ്റ് ആവുന്നുണ്ട്. ആ കണക്ട് നോക്കാം. എന്താണ് T 2T. ഓക്കെ, 2T ആണെങ്കിൽ ഇത് T ശരി. അങ്ങനെ ഇത് 2T ഇത് 40 ആയി. 40 ആണ് ഇത് 2T ശരി. എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെ ആക്സലേഷൻ A'-ൻ്റെ ആക്സലേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അടിയത്തെ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 40 60 70. സോ 70 താഴോട്ടേക്ക് പോകുന്നത് -70 പ്ലസ് ഇയാളുടേത് A'(T) ഇസ് ഈക്വൽ 0. സോ എയുടെ വാല്യൂ ദാറ്റ് ഈസ് 7. സോറി 70 × 6 ആക്സലേഷൻ ചെയ്യാൻ മറന്നു. ദാറ്റ് ഈസ് 42 എയുടെ വാല്യൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ, ഇതും വളരെ സിമ്പിളാണ്. എന്താണ് T ഇവിടെ T ഡയറക്റ്റേക്ക് ഇവിടെ പോവും. റൈറ്റ്, then 2T ആയി. ഇത് എത്രയായി, ഇത് T അല്ലേ. T ആകുമ്പോൾ ഇത് 2T, അപ്പോൾ 2T വീണ്ടും. അപ്പോൾ നോക്കി T 2T ഉണ്ട്. സോ 30. ആക്സലേഷൻ എത്രയാണെന്ന് മറക്കരുത്. ആക്സലേഷൻ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ -18T എന്ന് പറയാൻ പറ്റും, ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും. -18T പ്ലസ് ഇയാളുടെ മുകളിൽ 2T ഉണ്ട്, 4T ഉണ്ട്. സോ 4T A' ഇസ് ഈക്വൽ ടു 0. സോ A' വാല്യൂ 18/4. ഡൺ. പിന്നെന്താ, ഇത് സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവിടെയാണെങ്കിലും എന്താണ്, ഇത് പിന്നെ ഒരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഈ ക്വസ്റ്റ്യനിൽ ആക്സലേഷൻ ഇയാളുടെ തന്നിട്ടുണ്ട്. TT 2
രണ്ട് സ്ട്രിങ്സ് ഉണ്ട്, ഇതൊരു സ്ട്രിങ് അവർക്ക് രണ്ടാക്കും സെയിം ടെൻഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ടി 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 ഇവിടെ ടി 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 ഇവിടെ ടി. ഓക്കെ ഫൈൻ. സോ എന്താ ഇത് സെയിം ഡയറക്ഷൻ, ദാറ്റ് ഈസ് 4t പ്ലസ് ഇവിടെ എന്താ ടെൻഷൻ ഇങ്ങോട്ടേക്കാണ് ആൻഡ് ആംഗിൾ പോസിറ്റീവ്. സോ ആക്സേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൈറ്റ്. അതുകൊണ്ട് മൈനസ് ടി കോസ് തീറ്റ, അടുത്തേയും മൈനസ് ടി കോസ് തീറ്റ വരുന്നുണ്ട് കാരണം ഇവിടെയും ടെൻഷൻ ഉണ്ട്. പിന്നെ ടി ഉണ്ട് പ്ലസ് എത്ര പോകുന്നത് ടി കോസ് തീറ്റ A' ഉണ്ട് കേട്ടോ, മറക്കരുത്. പിന്നെ പ്ലസ് 6t അല്ല 6t തന്നെ. ഓക്കെ സോ ടി എല്ലാം പോയിട്ട് സിക്കൾ 0. സോ ഉത്തരം കിട്ടാൻ എത്രയാ 5t പ്ലസ് എത്ര കിട്ടുന്നത് 4tയും ഒരു 6tയും. ഓക്കെ ലാസ്റ്റ് കിട്ടാൻ ഏതായാലും 5/cos തീറ്റയാണ്, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. പിന്നെ ഇത് ഈ ക്വസ്റ്റ്യനിൽ ആക്സേഷനൊക്കെ കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ടി വെച്ചിട്ട് ഓരോന്നിലും കോൺസ്റ്റൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്യാൻ, വെർച്വൽ ഫോഴ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന എന്തായാലും ആക്സേഷൻ കിട്ടും ഇയാളുടെ കിട്ടും, ആക്സേഷൻ കിട്ടും ഇയാളുടെ. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടെത്താൻ ആക്സേഷൻ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ്. ദാറ്റ് മീൻസ് ആക്സേഷൻ ഓഫ് ബി മൈനസ് ആക്സേഷൻ ഓഫ് എ എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ എന്ത് ചെയ്യും വെക്ടർ വൈസ് കൺസെപ്റ്റ് ചിന്തിക്കണം. അപ്പോൾ ആക്സലേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ അത് ജെ ക്യാപ്പിലാണ്, അതേപോലെ ആക്സലേഷൻ ഓഫ് എ അത് മൈനസ് ഐ ക്യാപ്പിലാണ്. സോ ആ രീതി ചെയ്യണം, അല്ലാണ്ട് ഡയറക്റ്റ് മാഗ്നിറ്റ്യൂഡ് മൈനസ് ചെയ്തിട്ട് അതിന് ഉത്തരം കിട്ടാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ കാര്യം മനസ്സിലാക്കുക, അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യണം. ഓക്കെ ഫൈൻ. ഇനി ഇതെന്താ ഫൈൻഡ് ദി ആക്സലേഷൻ ഓഫ് ഈച്ച് മാസ്. ഇനിയാണ് കുറച്ചുകൂടി ഗെയിം ഒന്നുകൂടി മാറാൻ പോകുന്നത്, മാറും നമുക്ക് നോക്കാം. ഇതിൻ്റെ ആക്സലേഷൻ ഓഫ് ഈച്ച് മാസ് കണ്ടെത്താൻ ഇപ്പം A2 A1 അത് മാത്രമേ തന്നിട്ടുള്ളൂ, ആകെ ഒരു മാസും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യം നോർമലായിട്ടുള്ള പരിപാടി ടി 2t ഉണ്ട് ശരി, കാരണം ടി എല്ലാം ഒരു റിലേഷനിൽ വരണം, എല്ലാം ടിയുടെ ടേംസിൽ വരണം. ടി അല്ലാണ്ട് ഇവിടെ T1 T2 അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ ടി ആണ്, ഇവിടെ 2t ആണ്. ഫൈൻ. ഇവിടെ മറ്റേ മോഷൻ അപ്ലൈ, ദാറ്റ് ഈസ് എവിടത്തേക്കാണ് പോകുന്നത്, താഴോട്ടേക്കാണെന്ന് ഇമാജിൻ ചെയ്യാം, നമുക്ക് അറിഞ്ഞൊന്നുമില്ല കേട്ടോ. താഴോട്ടേക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 4mg മൈനസ് ടി ഡിവൈഡഡ് ബൈ അതിൻ്റെ മാസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു A1. ഓക്കെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ ഇയാൾ മുകളിലോട്ടേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 2t മൈനസ് mg ഡിവൈഡ് ബൈ m. എങ്ങോട്ട് വേണം വിചാരിക്കട്ടെ, നമുക്ക് പറയാൻ പറ്റില്ല എങ്ങോട്ടോ മുകളിലേക്കോട്ടോ താഴോട്ടേക്കാണ്, പക്ഷേ ലാസ്റ്റ് ആക്സേഷൻ്റെ വാല്യൂ കിട്ടുന്നതനുസരിച്ച് മനസ്സിലാവും. ഇത് ഈക്വൽ ടു A2. ഓക്കെ രണ്ട് ഇക്വേഷനായി. പക്ഷേ രണ്ട് ഇക്വേഷൻ A1 A2 പിന്നെ അറിയാത്ത ടി, 3 വേരിയബിൾസ് രണ്ട് ഇക്വേഷൻ, അത് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റ് റിലേഷനും കൂടി അപ്ലൈ ചെയ്യാം. കോൺസ്റ്റൻറ്റ് റിലേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് 2t A2 കറക്റ്റ് അല്ലേ, ടെൻഷൻ ഇൻറ്റു ആക്സലേഷൻ കറക്റ്റ്, പ്ലസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടെൻഷൻ ഇൻറ്റു മൈനസ് A1 ദാറ്റ് ഇസ് ഇക്വൽ 0. ടെൻഷൻ പോയി, സോ 2A2 ഇസ് ഇക്വൽ ടു A1 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ പോട്ടെ A1 2A2 ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് മാത്രമായിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ എന്നാൽ ഇത് സോൾവ് ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും നല്ലൊരു മെത്തേഡ് സാറ് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു മെത്തേഡ്, അഥവാ ഇങ്ങനെ ആക്സലേഷൻ ഓഫ് ദി ബ്ലോക്സ് ഒക്കെ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെത്തേഡ്. ഇത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം അഥവാ ഒരു 5-6 മാസം ഉണ്ടെങ്കിലോ 10-6 മാസം ഉണ്ടെങ്കിലോ A2 A1 ഓരോ റിലേഷൻസ് കിട്ടും. അന്നേരം നമുക്ക് ഓരോന്നും കൊടുത്ത് സോൾവ് ചെയ്യാൻ വളരെ പടങ്ങാറാണ്. ഇവിടെ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ സാർ എന്താ പറയുന്നത് വെച്ചാൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള എല്ലാ ബ്ലോക്സും മുകളിലോട്ടേക്കാണ് ആക്സലറേറ്റ് ചെയ്യുന്നത് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് കിട്ടുന്ന ആക്സലേഷൻ്റെ വാല്യൂ മേ ബി നെഗറ്റീവ് ആവും, തെറ്റാവുന്നത് കൊണ്ട് മേ ബി നെഗറ്റീവ് ആവാം, അത് കുഴപ്പമില്ല. അത് നെഗറ്റിവിറ്റിക്ക് തന്നെ മനസ്സിലാക്കണം, നമ്മൾ എടുത്ത ആക്സലേഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സലേഷൻ വേണ്ടതാണ്. ഫൈൻ. നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലോട്ടേക്കാണെന്ന് വിചാരിച്ചോ ആക്സലേഷൻ. ഫൈൻ. രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യം കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്യുക. ആദ്യം ടി നോക്കാം, അതിനനുസരിച്ച് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ ദാറ്റ് ഈസ് 2t A1 പ്ലസ് അടുത്ത കൺസ്ട്രെയിൻറ്റ് റിലേഷൻ ദാറ്റ് ഈസ് t A2 ദാറ്റ് ഇസ് ഇക്വൽ ടു 0 ആയല്ലോ. കൺസ്ട്രെയിൻറ്റ് റിലേഷനായി, എല്ലാം മുകളിലോട്ടേക്ക് ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ ഡയറക്റ്റ് A1ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 2t ഇൻറ്റു ഇവിടുന്ന് ടി ക്യാൻസൽ ആവുമല്ലോ, ടി 0 ആയിട്ട് പോകും. സോ 2A1 പ്ലസ് A2 ഇസ് ഇക്വൽ ടു 0. ഇനി 2 ഇൻറ്റു A1 എന്ന് പറഞ്ഞാൽ എന്താണ്, A1 ചിന്തിച്ച് നോക്ക്, 2t മൈനസ് ഓപ്പോസിങ് ഫോഴ്സ് ദാറ്റ് ഈസ് mg ഡിവൈഡ് ബൈ അതിൻ്റെ മാസ് ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ മാസ്, പ്ലസ് A2 എന്ന് പറഞ്ഞാൽ എന്താണ്, A2 എന്തെന്നാ മുകളിലോട്ട് കൊണ്ടുവന്ന് t മൈനസ് 4mg ഡിവൈഡ് ബൈ അതിൻ്റെ മാസ് ദാറ്റ് ഈസ് 4m. ഓക്കെ ദാറ്റ് ഈസ് ഇക്വൽ ടു A2. ഇവിടെ നോക്കി ഇവിടെ ആകെ അറിയാത്തൊരു t എന്ന് പറഞ്ഞൊരു മാത്രമേ ഉള്ളൂ ഒരു വേരിയബിൾ, ബാക്കിയെല്ലാം നമുക്ക് ഗിവൺ വേരിയബിൾസ്. അപ്പോൾ ഒറ്റ അടിക്ക് തന്നെ ഗിവൺ വേരിയബിളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ഷോർട്ട് ട്രിക്ക് അല്ലെങ്കിൽ എന്താണ് പറയുക, സെലീമിയൻ സ്കോപ്ച കൺസെപ്റ്റ് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ, വേണമെങ്കിൽ ഓരോന്നിലും ഇങ്ങനെ മാസമൊക്കെ കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പറഞ്ഞ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ എല്ലാ പറഞ്ഞ ബോഡീസും മുകളിലോട്ടേക്ക് പോകുന്നതെന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് ഫസ്റ്റ് ഇതിൻ്റെ മോഷൻ്റെ ആ ഒരു ഇക്വേഷൻ അല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ
അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലുള്ള ആക്സലേഷൻ ടേംസ് ഇവിടെ ആരും രീതിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് ടെൻഷൻ മാത്രം ഇട്ട് കിട്ടും. ടെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായി പിന്നെ മാസ് കിട്ടാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോന്നിൻ്റെ ഇയാളുടെ ആക്സലേഷൻ കണ്ടെത്തുക, ഇയാളുടെ ആക്സലേഷൻ കണ്ടെത്തുക, ഇയാളുടെ ആക്സലേഷൻ കണ്ടെത്തണ്ടേ. എങ്ങനെ കണ്ടെത്തുക? ആദ്യം ഏതെങ്കിലും ടി, ഇയാൾ ടി ഡി ഡി, ഇയാൾ 2T, ഫൈൻ. അപ്പോൾ എല്ലാവരും മോളോട്ടേക്കാണ് അസ്യൂം ചെയ്തിട്ടുണ്ട്, ഡൺ. അപ്പം TA1 ടി എഴുതേണ്ട ആവശ്യമില്ല, അത് ക്യാൻസൽ ആവുന്നതുകൊണ്ട് ഇനി ഞാൻ സ്പീഡ് ചെയ്യാണ്. A1 പ്ലസ് 2 ഉണ്ട്, സോ 2A2 പ്ലസ് A3 is equal to 0. ഇനി A1ൻ്റെ വാല്യൂ ദാറ്റ് ഇസ് T മൈനസ് mg ഡിവൈഡഡ് ബൈ m. 2 ഇൻറ്റു A2യുടെ വാല്യൂ ദാറ്റ് ഇസ് 2T മൈനസ് 2mg, റൈറ്റ്. 2mg ഡിവൈഡ് ബൈ 2m, ഓക്കെ, പ്ലസ് A3യുടെ വാല്യൂ എടുപ്പോയി T മൈനസ് 3mg ഡിവൈഡഡ് ബൈ 3m. നമുക്ക് ടിയുടെ ടേംസിൽ മാത്രം ഇക്വേഷൻ കിട്ടി, സോൾവ് ചെയ്തിട്ടാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കൺസ്റ്റൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്ത് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം ഈ ബ്ലോക്കിനും ആക്സലേഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ ഇത് മെത്തേഡ് തന്നെ, സെയിം മെത്തേഡ്, റൈറ്റ്. ഇങ്ങനെ ഇംഗ്ലൈൻഡ് ആണെങ്കിലും എന്താ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഉദ്ദേശം വെച്ചാൽ എന്തുകൊണ്ട് എല്ലാത്തിൻ്റെയും ഒരു ഡയറക്ഷനിലേക്ക് ഈ മോളോട്ടേക്ക് നല്ല ഡയറക്ഷൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നമുക്കിവിടെ മൈനസ് ഒന്നും വരാണ്ടിരിക്കാണ്ട് വളരെ സിമ്പിളായി 2T ഇൻറ്റു A1 എന്ന രീതിയിൽ വരാൻ. അല്ലെങ്കിൽ ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ എന്താണ് കോസ് തീറ്റ നെഗറ്റീവ് ആവും, -1 ആവും, അതുകൊണ്ട് ആ രീതിയിൽ വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതോടെ നോക്കി ഇത്രയും മാസസ് വന്നിട്ടുണ്ട്, ഇത്രയും മാസസ്. അപ്പോൾ ഇത്രയും മാസത്തിൻ്റെ ബോഡി കണ്ടെത്തി, പിന്നെ കൺസ്റ്റൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്ത്, പിന്നെ കൺസ്റ്റൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര 1 2 3 4 5 6 7 എന്ത് വേണ്ടി വരും? 7 ഇക്വേഷൻ സോൾവ് ചെയ്യാം. വളരെ ടഫാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം കൺസ്റ്റൻറ്റ് റിലേഷൻ എഴുതും. T ഇൻറ്റു A1 അങ്ങനെ എഴുതും, ഡയറക്റ്റ് ഓരോ T 40 T മൈനസ് 20 ഡിവൈഡ് ബൈ 2, അതാണ് A1 പ്ലസ് അങ്ങനെ ഓരോന്നും TA1. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം എല്ലാ പറഞ്ഞ ബോഡീസും മുകളിലോട്ടേക്ക് ആക്സലേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ കൺസ്റ്റൻറ്റ് റിലേഷൻ ദാറ്റ് ഇസ് TA1 പ്ലസ് TA2 പ്ലസ് പിന്നെന്താ 4 T എഴുതേണ്ട ആവശ്യമില്ല. A1 വെറും T ആണെങ്കിൽ A1 A1 പ്ലസ് A2 പ്ലസ് 4A3 പ്ലസ് A4 പ്ലസ് 2A5 പ്ലസ് 3/2 3T ദാറ്റ് ഇസ് 3/2 A6 0. എന്നിട്ട് ഓരോന്നിൻ്റെ A1 എന്ന് പറഞ്ഞാൽ T മൈനസ് 20 ഡിവൈഡ് ബൈ 2 A2. ആ രീതിയിൽ ചെയ്ത് പോവാം വളരെ സിമ്പിളായിട്ട്. ഓൾ റൈറ്റ്, ലെറ്റ് സി വിത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം പരിപാടി, ഓരോന്നിൻ്റെ ആക്സലേഷൻ കണ്ടെത്താം. അപ്പോൾ എന്ത് ചെയ്യുക? സാറ് പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാം മുകളിലോട്ടേക്ക് പോകുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? A1 പ്ലസ് A2 പ്ലസ് A3 ഇസ് ഈക്വൽ ടു 0. ഇത് 2A1, സോറി 2T ആയതുകൊണ്ട് 2A1. ഓക്കെ, 2A1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2T മൈനസ് 10 ഡിവൈഡ് ബൈ 1 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ എത്ര? T മൈനസ് 20 ഡിവൈഡ് ബൈ 2 പ്ലസ് A3 എന്ന് പറഞ്ഞാൽ T മൈനസ് 30 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഇസ് ഈക്വൽ 0. ടിയുടെ മാത്രം ഇക്വേഷനിൽ കിട്ടും, T മാത്രം സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ഇനി ക്വസ്റ്റ്യനിൽ J അഡ്വാൻസിൽ ഞാനൊരു കണ്ടതാണ് വെച്ചാൽ നമ്മൾ ആളെ പറ്റിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് ഫിഗർ തരാണ്ടുള്ളൊരു സംഭവം വെച്ചാൽ വളരെ സിമ്പിളായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ കംപ്ലീറ്റ് ഫിഗർ തരാണ്ട് നിന്നപ്പോൾ നമുക്ക് എന്താ ഡൗട്ടാവും, ഇതെന്തോന്ന് സാധനം നമ്മൾ വിചാരിച്ചു പോകും. അപ്പോൾ നോക്കിക്കോ, ഇവിടെ പറയുന്നതാ ഈ ഒരു പോയിന്റ് എന്താ 4 ആക്സലേഷന് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇതെന്ത് ഇങ്ങനെ? ഇവിടെ ഒരു പ്രത്യേകിച്ച് ബ്ലോക്കും കാര്യങ്ങളൊന്നും, ബ്ലോക്കൊക്കെ തന്നിട്ടുണ്ട് സന്തോഷമാവാനും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ബ്ലോക്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ എന്തായിരിക്കും? ഈ പോയിന്റ് പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്ത എല്ലാ പാർട്ടിക്കിൾസും ഒരേ ആക്സലേഷനാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ഈ ബ്ലോക്കിന് ആക്സലേഷൻ എന്തായിരിക്കും? 4 ആണെന്ന് പറയാൻ പറ്റും. ഫൈൻ, ഓക്കെ, ശരി. എന്താ കണ്ടെത്താൻ? ഇയാളുടെ ആക്സലേഷൻ A' കണ്ടെത്താനാണ് പറയുന്നത്. അങ്ങനെ ഞാൻ എന്താ ചെയ്യാൻ? ഒരു ടെക്നിക്ക് ചെയ്യും. എന്ത് ചെയ്യും? ടെൻഷൻ എങ്ങോട്ടേക്കാ? സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്കാ ടെൻഷൻ. അത് ഒന്നുകൂടി അതേക്കുറിച്ച് വരച്ചുതരാം. ടെൻഷൻ എങ്ങോട്ടേക്കാണ്? അതുപോയല്ലോ. ബ്ലോക്ക് ഇതാ ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോ. ടെൻഷൻ ഇങ്ങോട്ടേക്കാണ് ടെൻഷൻ. റൈറ്റ്, അത്ര വാല്യൂ ഒരു ഉണ്ട്. ഇത് ടെൻഷനായിട്ട് എടുക്കുക. എനിവൈസ് ഇത് ടെൻഷൻ, ഇത് ടെൻഷൻ, ഇത് ടെൻഷൻ, ഇത് ടെൻഷൻ, ഈ സൈഡിൽ നിന്ന് ഇത് 2T ആണ് കേട്ടോ. ഇത് 2T, DTD. ഓക്കെ, ഫൈൻ. ഇനി എന്ത് ചെയ്യും? കൺസ്ട്രെയിൻറ്റ് റിലേഷൻ അപ്ലൈ ചെയ്യും. കൺസ്ട്രെയിൻ ഇയാൾ ആക്സലറേഷൻ ദാറ്റ് ഈസ് -4T. കാരണം എന്താ മൈനസ്? ടെൻഷൻ ഇങ്ങോട്ടും അയാൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് 4 × 2 ആട്ടോ, ദാറ്റ് ഈസ് -80 ആണ്. -80 പ്ലസ് ടെൻഷൻ ഇവിടെ T, സെയിം ഡയറക്ഷൻ. സോ TA' ഈക്വൽ 0 ആൻഡ് TT പോയിട്ടുണ്ട്. A' is equal to 8. ഡൺ, കിട്ടി.
അപ്പോൾ അത്രേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഫുൾ ഫിഗർ തരില്ല. അപ്പോൾ നമുക്ക് ഫുൾ ഫിഗർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡൗട്ട് ആവാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു ബ്ലോക്ക് ആഡ് വെക്കുക. ബ്ലോക്ക് ആഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ടൊക്കെ പോകും, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഒന്നും തന്നിട്ടില്ല, ഇതിൻ്റെ ആക്സലേഷൻ തന്നു. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഇടും. ബ്ലോക്ക് ഇടുമെങ്കിൽ താഴോട്ടേക്ക് ടെൻഷൻ ഉണ്ട്. ഈ പറഞ്ഞ ബ്ലോക്കിൻ്റെ ആക്സലേഷനാണ് ഇവന്മാർ തന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ ടെൻഷൻ ഇൻറ്റു ആക്സലറേഷൻ പ്ലസ് അടുത്ത സാധനത്തിൻ്റെ ടെൻഷൻ ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു അല്ല ഡോട്ടാട്ടോ, ഡോട്ട് പ്രൊഡക്റ്റ് അത് മറക്കരുത്. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ആയിരിക്കും. അതുപോലെ ഒരു ആംഗിളിലാണെങ്കിൽ കോസ് തീറ്റ കൊടുത്തിട്ടൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ.